ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലീല സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം അമ്മമാരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം വളരെയധികം നന്ദി, സ്നേഹമുണ്ട് നിങ്ങളോടെ. തുടർന്നും നിങ്ങളങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയായിരിക്കും. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാനിപ്പോൾ അറിയാൻ പോകുന്നത് അമ്മമാരുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയിട്ട്, അതിനെപ്പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ 2000 പ്രവാസത്തിലായിരുന്നല്ലോ. അപ്പോൾ 2008 ലീവിന് വന്ന സമയത്ത് 2008 ലീവിന് വന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ നടക്കുവാണ്. അവിടെ ഭയങ്കര യുദ്ധവും കാര്യങ്ങളും എല്ലാം നടക്കുമല്ലേ. അപ്പം ഞാൻ ഈ ലീവിന് വന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ വെച്ചാൽ ഒരു വെടിവെപ്പിലെ ഒരു നേഴ്സ് കൊച്ചു മരിച്ചു. ആ കൊച്ചു വന്നിട്ട് അങ്ങോട്ട് 6 മാസമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ മിലിറ്ററി ഹോസ്പിറ്റലല്ല, അല്ലാതെ ആയിരുന്നു. പക്ഷേ ഈ വെടിവെപ്പ് നടന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിനെ തൊട്ടടുത്താണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലും ഈ അമേരിക്കൻ എംബസി ഒരു ഭിത്തിയുടെ ഇതേ ഉള്ളൂ. അമേരിക്കൻ എംബസിയുടെ അവിടെ ഇന്നും പ്രശ്നമാണ്. അവിടെ ഭയങ്കര പ്രൊട്ടക്ഷനാണ്, ഇന്നും അവിടെ പ്രശ്നമാണ്. അപ്പം ഈ വെടിവെക്കാൻ വന്നവരെ ഇങ്ങനെ എന്തുവാ പറയുന്നത്, ഈ യൂണിഫോമിലാണ് വന്നത്. ഈ ആതങ്കവാദികൾ വന്നത് ഈ മിലിറ്ററിയുടെ യൂണിഫോമിലാണ് വന്ന് വെടിവെച്ച് അങ്ങനെ വെച്ച് ഈ കൊച്ചു ഡ്യൂട്ടിക്ക് പോകാൻ ഇവിടെ നിന്ന സമയത്തായിരുന്നു ഇവരിങ്ങനെ വെടിവെച്ച് വന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ചിട്ട് അവിടുത്തെ ഈ കൊച്ചിന് ഭാഷയൊന്നും അത്ര അറിയത്തില്ല, അതങ്ങനെ പറ്റിപ്പോയത്. കൈ പിടിച്ച് കിടക്കുന്ന. അപ്പോൾ ഈ കൊച്ചോർത്തു ഈ മനുഷ്യൻ കൈക്ക് പിടിച്ചത് ഈ കൊച്ചിനെ ഇനി എന്തെങ്കിലും ചെയ്യണം. അവിടെ ഒന്നും അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളല്ല. നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. നമ്മളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും നല്ല പ്രൊട്ടക്ഷനും ഉള്ളതാണ് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ 15 വർഷത്തോടെ ജോലി ചെയ്തുകൊണ്ട് നമുക്കറിയാം, നമ്മളെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അപ്പോൾ ഈ കൊച്ചിനത് ഈ മനുഷ്യൻ്റെ കൈ വെട്ടിച്ച് അവിടെ നിന്നു. അപ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെ വെടിവെച്ച്, അങ്ങനെയാണ് കൊച്ചു മരിക്കുന്നത്. ആ സമയത്ത് മലയാളി കൊച്ച് അത് കഴിഞ്ഞപ്പോൾ അന്നേരം ഞാനിവിടെ ലീവിനാണ്. അപ്പം നാട്ടിൽ വന്നിരിക്കുകയാണ്. നാട്ടിൽ വന്നിട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് പിന്നെ തിരിച്ച് ഡൽഹി വന്നിട്ട് പിന്നെ ഇവിടെ നിന്നാണ് ബോംബെക്ക് പോയിട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ റൂട്ടീന്. അന്നേരം നാട്ടിൽ വന്നിട്ട് അമ്മയെല്ലാം കണ്ടിട്ട് 2008 അമ്മയെ കണ്ട് തിരിച്ച് ഡൽഹിക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം അമ്മയെ ഒന്നുകൂടെ കാണാനൊക്കെ ചെന്നപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയ മോളാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ തനിച്ചിങ്ങോട്ടൊന്ന് ഇറങ്ങി വരണം എൻ്റെ അടുത്ത്, അവനും പിള്ളേരും വരണ്ട, നീ മാത്രമായിട്ട് മോളെ എൻ്റെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് ഞാൻ തനിച്ചായിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന സമയത്ത് അമ്മ കട്ടിലയിലിരുന്നിട്ട് എന്നെ താഴെ ഇരുത്തിയിട്ട് എൻ്റെ അമ്മ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചു. മോള് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പൊക്കോ, മോക്കൊന്നും പറ്റത്തില്ല, മോക്ക് ദീർഘായുസാ, മോക്കൊന്നും പറ്റത്തില്ല, മോള് ധൈര്യമായിട്ട് പോകും. അപ്പം അവിടെ ഇപ്പം നമ്മൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, ആവശ്യങ്ങൾ കിടക്കുമല്ലേ. മക്കളെ പഠിപ്പിക്കാൻ ഒരു സ്ഥാനത്ത് എത്തിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പം പിന്നെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. എന്ത് പ്രതികൂലമായാലും ഇതെന്തായാലും നമ്മൾ അതുകൊണ്ടാണ് ഈ മലയാളികൾ പോകുന്നത്. എല്ലാവരും പറയും പ്രശ്നമായിട്ട് എന്തിനാ പോയെന്നൊക്കെ ആൾക്കാരിങ്ങനെ ചോദിക്കും. പക്ഷേ നമുക്ക് ആര് നമ്മളെ സഹായിക്കും? അതും മെയിൻ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ തന്നെ അതിന് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. കൊച്ചുങ്ങളൊന്നും ആയിട്ടില്ല, അവർ 6ലും 7ലും ഒക്കെ പഠിക്കുന്ന ഒരു സമയമായതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ധൈര്യം തന്നു, മോള് ധൈര്യമായിട്ട് പൊക്കും, മോക്കൊന്നും സംഭവിക്കത്തില്ല, മോക്ക് ദീർഘായുസ എന്ന് പറഞ്ഞ് അമ്മേൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മ വിട്ടു 2008. അത് കഴിഞ്ഞിട്ട് പിന്നെ 2010 അമ്മ മരിക്കുന്നത്. ഞാൻ ലീവിന് വരാറാകുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്. അമ്മ ക്യാൻസറായിട്ട്, ലിവർ ക്യാൻസറായിട്ട് വരുന്ന 1 മാസമേ കിടന്നുള്ളൂ. അമ്മ മരിച്ചു 2010 മാർച്ച് 8 വിമൻസ് ഡേയിലാണ് അമ്മ മരിക്കുന്നത്. അന്നേരം എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം അവർ നമുക്ക് തരത്തില്ല. അവിടെ യുദ്ധം ഭയങ്കരമായിട്ട് നടക്കുമല്ലോ. അപ്പോൾ അവർ അവധി തരത്തില്ല, എടുക്കത്തുമില്ല. അപ്പം അങ്ങനെ എൻ്റെ അമ്മയുടെ അച്ഛനെ ഒന്നും അമ്മായിയച്ഛൻ്റെ അമ്മായിയമ്മച്ചി ആരുടെ അവസാന ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. വരാൻ പറ്റത്തില്ല. പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവർ തന്നില്ലല്ലോ നമുക്ക് വരാൻ പറ്റത്ത. അവർ പറയും ഇവിടെ യുദ്ധം നടക്കുമ്പോഴാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കും. ഇവിടെ ഇപ്പോൾ പുൽവാമ യുദ്ധം നടന്നപ്പം കണ്ടില്ല, എല്ലാ പട്ടാളക്കാരും ലീവിൽ പോയിരിക്കുന്നതെല്ലാം തിരിച്ച് വിളിക്കും. അത് തന്നെയാണ് ഞാൻ മിലിറ്ററിയിൽ അവിടുത്തെ ആയാലും അങ്ങനെയല്ലേ, മിലിറ്ററി ഹോസ്പിറ്റലല്ലേ. അങ്ങനെ വരാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വിട്ടത്. അപ്പം പിന്നെ അവിടെ യുദ്ധം കൂടുവാണ്, ഭയങ്കരമായിട്ടും കൂടി, ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും, യമൻ കത്തുവാണ്. അങ്ങനെയാണ് 2015 ഈ ഗവൺമെൻറ് ഇവാക്യുവേറ്റ് ചെയ്തു ഞങ്ങളെ കൊണ്ടിരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് സുഷമ സ്വരാജ് മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത്
അപ്പോൾ ഇത് യമൻ മൊത്തം കത്തുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റത്തുള്ളൂ. മിലിറ്ററിയുടെ ബസ് വരും, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഈ മിലിറ്ററിയിലാണ് ഈ പേഷ്യൻ്റ് വരുന്നത്. കാരണം അവിടെ ഹൂതിയും ഈ മിലിറ്ററിനും കൂടെ അല്ലേ അടിയാണ്. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റല് ഇങ്ങനെ അമേരിക്കൻ എംബസി ഒരു ഭിത്തിയുടെ വിടവേ ഉള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ വെടി വെക്കുമ്പോൾ ഞങ്ങൾ ഈ കട്ടിലൊന്നും പൊക്കമുള്ളതല്ല, പക്ഷേ ഞങ്ങി കട്ടിൽ പൊക്കിയുമ്പോൾ ഞങ്ങി ഞരങ്ങിയൊക്കെ എൻ്റെ കീഴിൽ കയറി കിടക്കും. ഞങ്ങൾ കോറിഡോറിൽ കയറിയിരിക്കും. പിന്നെ ഈ ഞങ്ങളുടെ ഹോസ്റ്റലിലെല്ലാം മണ്ടയൊക്കെ പൊട്ടി. അങ്ങനെ ഒരു തരത്തിലും ഞങ്ങൾക്ക് 4 വശവും കത്തുക, എവിടെ നോക്കിയാലും കത്തുക. മേളിൽ കൂടെ എയർ സ്ട്രൈക്ക്, താഴെ കൂടെ വെടിവെപ്പ്, ബോംബ് എല്ലാം നടക്കുക. ഇങ്ങനെ രക്ഷപ്പെടുമെന്നോ ജീവനോടെ വരുമെന്നോ എടുക്കുമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് എല്ലാവരും ഇരിക്കും. എൻ്റെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടിരിക്കുമ്പോൾ പറയും, ലീലമ്മ ചേച്ചിയുടെ അടുത്തിരിക്കുമ്പോൾ എന്തോ ഒരു ധൈര്യം. അപ്പോൾ എല്ലാവരും ആലമുറ ഇട്ട് കരയുവാണ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്. എൻ്റെ ഫ്ലാറ്റിൽ വന്ന് അല്ലാത്ത ഫ്ലാറ്റിലുള്ളവരും എൻ്റെ അടുത്ത് വന്നിരിക്കും. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവരെല്ലാം ഭയങ്കര കരച്ചിലും മേളം ചോദിച്ച് നമ്മൾ എന്തോ ചെയ്യും, നമ്മളിവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ, നമ്മളെ അച്ഛനെ കാണത്തില്ല, അമ്മയെ കാണത്തില്ല, നമ്മൾ ഭർത്താവിനെ കാണത്തില്ല, മക്കളെ കാണത്തില്ല, നമ്മളിവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ. എല്ലാവരും കരച്ചിലും വിളിച്ചിലും എല്ലാം കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, കരയാനുള്ളവരൊന്നും ഇങ്ങോട്ട് വരണ്ട, കരയാനുള്ളവർ എൻ്റെ അടുത്ത് വന്നിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ മരിക്കും അല്ലെങ്കിൽ ജീവിക്കും. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം വെടിയുണ്ട് എതിലൂടെ വരുന്നു, പോകുമ്പോൾ എവിടെയോടെ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് ആര് കൂടെ ഉണ്ട്, എത്ര സെക്യൂരിറ്റികളൊക്കെ നമ്മുടെ കൂടെ ഒക്കെ എടുക്കും, നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. എത്ര സെക്യൂരിറ്റികളുടെ കൂടെ പോയാലും എത്രയോ ആൾക്കാരുടെ ജീവൻ പോകുന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇവർ വന്നിരുന്ന് കരയുകയും എടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ആരും വന്ന് കരയുന്നവരാരും എൻ്റെ അടുത്ത് വന്നിരിക്കണ്ട എന്ന് പറഞ്ഞു. എന്തോ ഞാൻ ജീസസ് വിശ്വാസമാണ്, ഹിന്ദു ആണെങ്കിലും ഞാൻ ജീസസ്, എനിക്കൊരു പ്രത്യേക ഒരിത് ദൈവം തരുന്നുണ്ട്, ഒരു പ്രത്യേക വിശ്വാസവും പ്രത്യേക ഒരു ധൈര്യവും. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അതൊക്കെ കിടക്കുമല്ലേ. അപ്പം 2015 ഇങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് പിന്നെ സർക്കാർ തന്നെ നമ്മളെ ഇവാക്വേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, ഈ വന്നിരുന്ന കരയുന്നവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കരയാനായിട്ട് വന്നിരിക്കരുതേ, നിങ്ങൾ ഒന്ന് ജീവിക്കും മരിക്കും, ഇത് രണ്ടേ ഉള്ളൂ, നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തന്നെ പ്രയോജനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പറഞ്ഞോളൂ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചോളൂ ദൈവത്തിനോട്, ദൈവമേ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ വെച്ച് എൻ്റെ ജീവനെ എടുക്കാനാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ, അതല്ല തിരിച്ചു നിന്ന് എൻ്റെ ഭർത്താവിനെയും മക്കളെയും കുടുംബക്കാരെയും എല്ലാം കാണാനാണെങ്കിൽ അങ്ങനെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നടക്കത്തുള്ളൂ, നമ്മൾ പറയുന്ന കണക്ക് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ 2 കാര്യം ദൈവത്തിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലെന്തുവാന്ന് വെച്ചാൽ നിൻ്റെ ഹിതം എന്തുവാലും നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു. അത്രയേ ഉള്ളൂ. എന്തായാലും ഞങ്ങളെ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്ത് കൊണ്ടുവന്നു, എടുത്തു വന്നു. എൻ്റെ മക്കളെ ഒരിക്കലും തിരിച്ചു കാണുമെന്ന് വിചാരിച്ചതല്ല, ഇന്ത്യ ജീവനോടെ വരുമെന്ന് വിചാരിച്ചല്ല അവിടെ കൊണ്ട്. അപ്പം ഞാനിപ്പോഴും പറയുന്നത്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അതിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഒന്ന് മോള് ധൈര്യമായിട്ട് പോകും, നമുക്കൊന്നും പറ്റത്തില്ല. എൻ്റെ അമ്മയുടെ എൻ്റെ തലയിൽ കൈവച്ചുള്ള പ്രാർത്ഥനയാണ് എന്നെ എത്തിച്ചത്, ദൈവത്തിനോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥന. അപ്പം എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാനും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ലാതിരുന്നപ്പോൾ എന്തോ ചെയ്യുമെന്ന് ചിന്തിച്ച സമയത്താണ് യമനിൽ പോകുന്നത്. ഇവിടുത്തെ പ്രൈവറ്റ് ജോലിയും കൊണ്ടൊന്നും നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. മൂത്ത മോനെ നല്ല സ്കൂളിൽ ചേർത്തപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പരിഹസിക്കുകയൊക്കെ ചെയ്ത് ഈ സ്കൂളിലൊക്കെ ചേർത്തിട്ട് എങ്ങനെ പഠിപ്പിക്കും. ശരി, അവർ പറയുമ്പോൾ ശരിയാണ്, ഈ പ്രൈവറ്റ് ജോലി ചെയ്തുമൊക്കെ എങ്ങനെ പഠിപ്പിക്കും. അപ്പോൾ ഈ മറ്റുള്ളവർ എന്നോട് പറയുന്ന ഈ ചോദ്യങ്ങൾ ഞാൻ നേരെ ദൈവത്തിൻ്റെ അടുത്തോട്ടങ്ങ് കൊടുക്കും. ശരിയാണല്ലോ ദൈവമേ, അവർ പറയുന്നത് ഞാൻ എന്തോ ചെയ്യും, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം അത് അമ്മയിൽ നിന്ന്, അമ്മ അങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ട് ഞങ്ങളെ. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവർക്ക് ഞാൻ അനുഭവിച്ചത് അവരനുഭവിക്കില്ല. നല്ല യൗവനത്തിലാണ് ഞാൻ പോകുന്നത്, ഭർത്താവ് മക്കളും ഇവിടെ ആ ഒരു സമയത്താണ് വന്നത്. അപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെ വരരുത്, അവരൊക്കെ വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വേർപെട്ട് അവർ കഴിയരുത്. ഞാൻ അനുഭവിച്ച ആ സങ്കടമോ ഒറ്റപ്പെടലോ വേദനയോ ഒന്നും അവരനുഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ അതുപോണക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അവിടെ ഇരുന്ന് ഉപവസിക്കും, പ്രാർത്ഥിക്കും. പിന്നെ അവിടെ ആയാലും എന്തേലും പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, കാര്യങ്ങളെ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒരു അന്യരാജ്യത്തെ ജോലി, അത് മിലിറ്ററി ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു വിദേശത്ത് ജോലി ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ
ഇത് ആഴവും പരപ്പും ടെൻഷൻ്റെയും ഒക്കെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അങ്ങനെ പക്ഷേങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് അവിടെ പ്രാർത്ഥനയായിരുന്നു. അവിടെ പ്രാർത്ഥനയും ഉപവാസവും അവിടെ റംസാൻ്റെ നോയമ്പ് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റംസാൻ്റെ സമയത്ത് നമുക്ക് ഫോറിനേഴ്സിന് ആഹാരം തരും, പക്ഷേ അവർ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അവർ പറയും ഹറാമ ഞങ്ങൾ കഴിക്കാതിരിക്കും, നിങ്ങൾ കഴിക്കണം. അപ്പോൾ അത് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ റംസാൻ്റെ ഫാസ്റ്റിംഗ് എടുക്കുമായിരുന്നു അവിടെ വെച്ച്. അതും കഠിനമുള്ളതാണല്ലോ. പക്ഷേ എടുത്തു, ദൈവം ബലപ്പെടുത്തി, അത് പറഞ്ഞാൽ മതി, അതും എടുത്തു. അവിടെ ഉമിനീര് പോലും ഇറക്കാതുള്ള ഫാസ്റ്റിംഗ് അല്ലേ അത്, ഏറ്റവും കഠിനമായിട്ടുള്ളതല്ലേ ആ റംസാൻ്റെ ഫാസ്റ്റിംഗ്. അത് എടുക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ഇതെല്ലാം ദൈവം തമ്പുരാൻ തന്നു, ഒന്നും തരാതിരുന്നില്ല. മക്കളോട് ഞാൻ പറഞ്ഞു, അവരുടെ നല്ല വിദ്യാഭ്യാസത്തിൽ അവരെത്തി. മൂത്തവൻ MSc സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, യെസ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇളയവനെ MNCയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു, US-ൻ്റെ കമ്പനിയിൽ. പ്രാർത്ഥിച്ചതെല്ലാം തന്നു. എനിക്ക് മക്കൾ പോലും ഉണ്ടാകത്തില്ലെന്ന് ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് മക്കളെ തന്നു ദൈവം തമ്പുരാനെ. അതുപോലെ മക്കളെ രണ്ടുപേരും ഓഫീസിൽ ജോലി ചെയ്യുന്ന മക്കളായി കാണണമേ ദൈവമേ എന്ന് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഉപവസിച്ചെടുത്തില്ല. അതും ദൈവം സാധിച്ചു തന്നു. ഒന്നും തരാതിരുന്നില്ല. പ്രാർത്ഥിച്ചതും ഞാൻ ചോദിച്ചതും യാചിച്ചതിലും അധികമായിട്ട് പാട്ടുകാരൻ പറയുന്നവർക്ക് അധികമായിട്ട് ദൈവം തന്ന് അനുഗ്രഹിച്ചു. കാരണം നമ്മുടെ സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥന. പിന്നെ അമ്മമാരുടെ പ്രാർത്ഥന. ഇപ്പം അപ്പന്മാർ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെങ്കിൽ അമ്മമാരാണ് കൂടുതൽ. എവിടെ ഇപ്പം നിങ്ങൾ അമ്പലം നോക്കൂ, അമ്പലത്തിലാണേലും ഒരമ്പലത്തിലായാലും ഒരു പള്ളിയിലായാലും ഒക്കെ ഒരു ആരാധന കൺവെൻഷൻ വെച്ചാലോ അല്ലെങ്കിൽ ധ്യാനം വെച്ചാലോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ ആരാ വരുന്നത്? സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും എടുക്കുന്നതും ആരാ? അമ്മമാരാണ്. അവരാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പന്മാരൊക്കെ എവിടെ ഉപവസിക്കും? തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉപവസിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ അറിവിലൊന്നും ഞാൻ അങ്ങനെ അധികം പേരെയൊന്നും കണ്ടിട്ടില്ല. അപ്പം അവരുടെ പ്രാർത്ഥന, അമ്മമാരുടെ ആ പ്രാർത്ഥന എത്രയോ വലിയ വലിയ ആൾക്കാർ എത്തിയവർ, വലിയ പൊസിഷനിലെത്തിയവർ പറഞ്ഞേക്കുന്നു എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വെച്ചാൽ അത് അമ്മമാരുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്, വളരെ വിലയേറിയത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതെല്ലാം ദൈവം തന്നു, അവരുടെ മേൽ തന്നു. അന്ന് രണ്ടുപേരും ഓഫീസിൽ ജോലി ചെയ്യുന്നു. അവരോട് ഞാൻ പറഞ്ഞെന്തോ ഞാൻ അനുഭവിച്ചത് അവരനുഭവിക്കുക. അവരോട് ഞാൻ പറഞ്ഞെന്തോ നിങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ അവരുടെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പോകും. പക്ഷേങ്കിൽ വിദേശത്ത് പോയി മാത്രം ജോലി ചെയ്യണമെന്നുള്ള ചെന്ന് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ജോലി നോക്കണം. കാരണം വിദേശത്ത് ജോലി ചെയ്ത് നിന്ന നിപ്പിലാണ് കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കാണ് വിദേശത്തെ ജോലി. എത്രയും 15 വർഷം അവിടെ ജോലി ചെയ്തിട്ട് പെട്ടെന്നല്ലേ ഒറ്റ ഒരു ഡ്രസ്സ് വിട്ട് സർവ്വതും അവിടെ ഉപേക്ഷിച്ച് ഒരു പാസ്പോർട്ട് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പോരേണ്ടി വന്നത്. ആ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഉടുക്കാൻ ഒരു തുണിക്ക് മറുതുണി ഇല്ലാതാണ് അവിടുന്ന് പോകുന്നത്, വെറും പാസ്പോർട്ടും ഇതായിട്ട്. എന്തേരം ഡ്രസ്സുകൾ 15 വർഷം ഒരിടത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് എന്തേരം കാര്യങ്ങളെല്ലാം ഞങ്ങളെ പോണക്കുള്ള എല്ലാവരും ഇട്ട് ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മക്കൾക്ക് വരരുത് എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചതും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ ഞാൻ ലുലു മാർക്കറ്റിലെ ദുബൈയിൽ വെച്ച്, അത് കഴിഞ്ഞ് ദുബൈയിൽ പോയായിരുന്നു. ദുബൈയിൽ വെച്ച് ലുലു മാർക്കറ്റിൽ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളികൾ പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അന്ന് ആ കൊച്ചുങ്ങളിങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മളെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ചെന്നിട്ട് അപ്പോൾ ആ പിള്ളേരെന്നോട്, ആ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളുടെ പ്രായം തന്നെയുള്ള പിള്ളേർ, അവർ പ്രായം കുറഞ്ഞവർ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചിയുടെ മക്കൾ, ചേച്ചി ഇത്രയും കഷ്ടപ്പാട് സഹിച്ചു, ഇത്രയും എമിനി ജോലി ചെയ്തു സ്ഥലത്ത് ചെയ്ത് ചേച്ചി ഇത്രയും കഷ്ടപ്പാട് സഹിച്ചെടുത്തു. പക്ഷെങ്കിൽ ആ കഷ്ടപ്പാട് അവരനുഭവിക്കാത്തടത്തോളം കാലം അവർക്കൊന്നും അറിയത്തില്ല ചേച്ചി. അത് ശരിയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് 1 വർഷമെങ്കിലും ചേച്ചിയുടെ മക്കളെ പ്രവാസം ഒന്ന് അനുഭവിക്കാൻ ചേച്ചി അനുവദിക്കണം. പിന്നെ എങ്കിലേ ചേച്ചി അനുഭവിച്ച വേദനയും യാതനയും ഒറ്റപ്പെടലും ഒക്കെ അവർക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് സത്യമാണ്. അവരെ ഓരോ വേദനയും അല്ലെങ്കിൽ ഓരോ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഓരോ ത്യാഗമോ അവനവനിലേക്ക് വരാത്തിടത്തോളം കാലം വേറൊരാൾക്ക് അതിൻ്റെ വ്യാപ്തി അറിയത്തില്ല. ഇപ്പോൾ ഒരു പ്രവാസിയുടെ വിഷമവും കഷ്ടപ്പാടും അറിയത്തുള്ളൂ, ത്യാഗവും അനുഭവത്തുള്ളൂ. ഇപ്പം നമ്മളവിടെ ആയിരിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മുടെ
ഹസ്ബൻഡ് മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ അവരെ ഓർത്ത് നമുക്ക് ടെൻഷനാണ്. നമ്മളാണ് ഇങ്ങോട്ട് ഫോൺ എടുക്കുന്നതല്ല. ഇവരൊന്നും അത്ര അങ്ങോട്ട് ഫോൺ ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഒരു മിസ് കോൾ അടിച്ച് ഇവർ തിരിച്ച് വിളിക്കത്തില്ല. അതേസമയം നാട്ടിൽ നിന്ന് ഒരു മിസ് കോൾ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിളിക്കും, എന്തോ പറ്റിയ ഒരു മിസ് കോൾ വന്നെടുക്കും. അങ്ങനെ പ്രവാസികളാണ് എപ്പോഴും. അത് പ്രവാസികളായി കഴിയുന്ന ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും അവർക്കാണ് ഏറ്റവും ടെൻഷൻ. അവരാണ് ഏറ്റവും കൂടുതൽ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത്. തൻ്റെ ഭർത്താവിനെയും മക്കളെ ആയാലും തൻ്റെ ഭാര്യയും മക്കളെ ആയാലും അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ആർക്കാണ് കഷ്ടപ്പെടുന്നത്? അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നില്ലല്ലോ. ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മൾ വിദേശത്ത് ഒക്കെ ആയിരിക്കും. എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്, വീഡിയോയിൽ കൂടെ പറയാനുള്ളത്, നിങ്ങൾ എവിടെയായിരുന്നാലും അമ്മമാർ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളാണോ വെളിയിലെ വിദേശത്ത് കഴിയുന്നത്? അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ കഴിയുന്നത് മക്കളെ? നിങ്ങളുടെ മക്കളിപ്പം വിദേശത്തോ പലയിടങ്ങളിലോ ഒക്കെ ജോലി സ്ഥലത്ത് കല്യാണം കഴിച്ചവരായിരിക്കും, കല്യാണം കഴിച്ചാൽ ബാച്ചിലർ. പക്ഷേ നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ദൂരത്തിരുന്നുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകമഴിഞ്ഞ അമ്മയുടെ പ്രാർത്ഥന അത് അവർക്ക് ഭയങ്കര അനുഗ്രഹമായി, ഭയങ്കര വിടുതൽ. ഏത് ദുർഘട നിമിഷങ്ങൾ, ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രതിസന്ധികളിൽ നിന്നൊക്കെ അവർക്കതിന് വിടുതൽ ലഭിക്കും. അമ്മമാരുടെ പ്രാർത്ഥന, അതും പ്രത്യേകിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരോടുള്ള പ്രാർത്ഥന വളരെ വിലയുള്ളതാണ്. എൻ്റെ പ്രാർത്ഥന അതുപോണക്ക് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞാനിന്ന് തിരിച്ച് ഈ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരെയൊക്കെ ഞാൻ എത്തിയത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അതുപോണക്ക് എൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ മക്കൾ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയിരിക്കുന്നത്. എപ്പോഴും ഇപ്പം മോന് ഇൻ്റർവ്യൂ എന്നൊക്കെ ഇവിടെ വെച്ച് ചിലപ്പോൾ അവൻ ഉറങ്ങിക്കിടക്കുമായിരിക്കും. അവന് നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വന്ന് അവൻ ഉറങ്ങിക്കിടക്കുമായിരിക്കും. അവനറിയത്തില്ല. അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ദൈവമേ കുഞ്ഞിൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവനെ. അതെല്ലാം ആവുകയും ചെയ്തു. അപ്പോൾ അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമുള്ള പ്രാർത്ഥനയുടെ അത്രയൊന്നും അപ്പന്മാരാരും ചെയ്യാറില്ല. അത് ആരും ഈ വീഡിയോ കൂടെ തർക്കിക്കാൻ വന്നാലും ഇല്ല. അമ്മമാരാണ് മക്കളെന്നും പറഞ്ഞ് ഇത് കാണിക്കുന്നത്. ചിലർ പറയുമോ അപ്പന്മാർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർ പ്രകടിപ്പിക്കണം. ആണോ? അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ ഒരു ദിവസമെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഉപേക്ഷിച്ച് ഉപസിക്കുന്നുണ്ടോ? ചെയ്യുന്നവരുണ്ടായിരിക്കും, ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഇല്ല. മോസ്റ്റ്ലി അമ്മമാരാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് അമ്മമാരുടെ പ്രാർത്ഥന ഭയങ്കര വിലയേറിയതാണ് മക്കൾക്ക്. ഏത് ബുദ്ധിമുട്ടിലും ഏത് ദുർഘട നിമിഷങ്ങളിലും ഒക്കെ അവരെ ആ പ്രാർത്ഥന ഭയങ്കര ഇതാണ്. ഇന്നിപ്പം നമ്മുടെ ഇപ്പം ഈ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇപ്പോൾ എയർ ഇന്ത്യ തകർന്നു വീണു. 242 യാത്രക്കാരിന്ന് ഒരേ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ മനുഷ്യൻ്റെ അമ്മയുടെയോ അവരുടെയൊക്കെ പ്രാർത്ഥന കാണും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ മിറക്കിൾ സംഭവിക്കുന്നത്. ആരുടെയെങ്കിലും അവർ പ്രാർത്ഥന കാണും. യാത്ര ചെയ്തപ്പോഴോ യാത്ര പോകുമ്പോൾ പ്രാർത്ഥന കാണും. കാരണം ഭയങ്കര വിലയേറിയൊരു കാര്യമാണ് പ്രാർത്ഥന. ഇന്നാർക്കും പ്രാർത്ഥിക്കാൻ മേല, അത് വേറൊരു സത്യം. ആർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മേല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മമാരുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. എല്ലാവരും തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ആർക്കും പ്രാർത്ഥിക്കുക. അവരുടെ വിലയേറിയ പ്രാർത്ഥന, അമ്മമാരുടെ വിലയേറിയ പ്രാർത്ഥന വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് ഏത് ദുർഘട അവർക്ക് അത് അനുഗ്രഹമായും വിടുതലായി തീരും. അതാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. അതുകൊണ്ട് അമ്മമാരൊക്കെ പ്രാർത്ഥിക്കണം, തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവർ എങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട മക്കളെ. അവർ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, നമ്മളോട് എങ്ങനെ തിരിഞ്ഞ് ചെയ്യുന്നു, നമ്മളെ നോക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, കരുതുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇന്നത്തെ കാലത്തെ. പക്ഷെങ്കിൽ നമ്മളമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരെവിടെ ആയിരുന്നാലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് നല്ലത് മാത്രം വരുത്തണേന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ അമ്മമാരെയൊക്കെ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മളെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അത് പ്രാർത്ഥന ഭയങ്കര ഒരു വിടുതലാണ്, ഭയങ്കര അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കും. ഞാൻ എല്ലാവരോടും പറയാം, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. പലരും അവരുടെ ഫ്രണ്ട്സിന് കൊച്ചിന് വയ്യ, മോക്ക് വേല, അല്ലെ മോന് വേല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാൻ മേല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാൻ മേല. കാരണം തൻ്റെ അമ്മയുടെ പ്രാർത്ഥനയോളൊന്നും വരത്തില്ല. എത്രയോ മഹാന്മാർ പറയുന്നു. അവൻ്റെ ഇപ്പം ഒരു ഫുട്ബോൾ താരം ഞാൻ മറന്നുപോയി പേര്, റൊണാൾഡോ എന്ന് തോന്നി. പറയുന്ന അവൻ്റെ അമ്മ എങ്ങനെയാണ് അവനെ വളർത്തിയത്,
അവനെ എടുത്തതേ അവൻ്റെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ പ്രാർത്ഥനയൊക്കെ റൊണാൾഡോ പറയുന്നുണ്ടല്ലോ, ഫുട്ബോൾ താരം. അങ്ങനെയൊക്കെ അവർ അമ്മയെ എടുത്ത് കാണിക്കുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥന ഞാനൊന്നുമില്ല, അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ കഷ്ടപ്പാട്, അമ്മയുടെ ഇത്. അവരൊക്കെ നല്ല അനുഗ്രഹം കിട്ടും അവർക്കൊക്കെ, മനസ്സിലായി. പിന്നെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു എടുത്തും മക്കളൊരു ഇത് എത്തിക്കഴിയുമ്പം അമ്മമാരെ മറന്നു പോകുന്ന മക്കളും ഉണ്ട്. അവർക്ക് സാരമില്ല, നമുക്കതൊന്നും വിഷയമല്ല. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ നമ്മൾ നമ്മുടെ കടമ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കടമ, നമ്മുടെ ശ്വാസമുള്ളിടത്തോളം നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മളത് ചെയ്യുക. അതാണ് എനിക്ക് വീഡിയോ കൂടി ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ.